വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ SSC JEയുടെ ടയർ 1 അല്ലെങ്കിൽ പേപ്പർ 1ന്റെ എന്ത് റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് പേപ്പർ 2 ആർക്കൊക്കെ അപ്പിയർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം CBT ആയിട്ട് 9/10/2023 തൊട്ട് 11/10/2023 വരെയായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അതേപോലെ നമ്മൾക്ക് എന്ത് ചെയ്യാം, പേപ്പർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ പേപ്പർ 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. അതിന്റെ എക്സാം ഡേറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പിന്നെ December 4 എന്നുള്ള രീതി. അപ്പൊ ഇതിന്റെ കട്ട് ഓഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കട്ട് ഓഫിന്റെ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ഓഫിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള കട്ട് ഓഫ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം CBT 1ന്റെ കേസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ലിങ്ക് എന്ത് ചെയ്യാം, ഒരു ഐ ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇതിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറിസർവ്ഡിന്റെ കേസിലാണെങ്കിൽ 131.45 ആണ്. 320 കാൻഡിഡേറ്റ്സ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ആ ഒരു 128 133 എന്നുള്ള റേഞ്ചിൽ നമ്മൾ കട്ട് ഓഫ് പറഞ്ഞേക്കുന്നത് ആ സെയിം കട്ട് ഓഫ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രൊഡിക്ട് ചെയ്യുന്നത് 128 133 എന്നുള്ള റേഞ്ചിലാണ് കട്ട് ഓഫ് പ്രൊഡിക്ട് ചെയ്തേക്കുന്നത്. 131 എന്നുള്ള റേഞ്ചിൽ തന്നെ വന്നിട്ടുണ്ട്. അല്ല, EWSന്റെ കേസിൽ നമ്മൾ 125 എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 125 വന്നിട്ടുണ്ട്. 344 കാൻഡിഡേറ്റ്സ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഒബിസിയിൽ 131.4 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 770 കാൻഡിഡേറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. STയിൽ 105 മാർക്ക് 187 കാൻഡിഡേറ്റ്സ് അവൈലബിൾ ആണ്. SCയിൽ 116 കട്ട് ഓഫ് 402 പേര് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ OHൽ 104 23 പേര് അവൈലബിൾ ആയിട്ടുണ്ട്. 109 HH കാറ്റഗറിയിൽ അതിൽ 3 പേരാണ് കാൻഡിഡേറ്റ്സ് ഉള്ളത്. അതർ PWD 56 കട്ട് ഓഫ് വന്നിരുന്ന 24 പേര് അവൈലബിൾ ആയിട്ടുണ്ട്. ടോട്ടൽ 2073 പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അതായത് CBT 2 എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേപ്പർ 2 എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ളത് വെച്ചാൽ ടോട്ടൽ 2073 പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ പേപ്പർ 2 December 4 തന്നെ ആയിരിക്കും നടന്നുണ്ടാവുക. ഓക്കെ, പേപ്പർ 2 ഓഫ് ദി ജൂനിയർ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ 2023 ഷെഡ്യൂൾഡ് ഓൺ 4/12/2023. The admission certificate of the shortlisted candidates will be uploaded on the website of the respective regional offices in due course. ഓക്കെ, അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, റെപ്രസെന്റേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ റെപ്രസെന്റേഷൻ കൊടുത്തതിന് ശേഷം അവരെന്താ കൃത്യമായിട്ട് അവർ എക്സാം ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തേക്കുന്നത്, ഫൈനൽ ആൻസർക്ക് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോ അതിന്റെ ബേസ് ആയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഫൈനൽ ആൻസർ കിട്ടിയേക്കുന്നത്. അതിന്റെ ബേസ് ആയിട്ടാണ് CBT 2 അല്ല പേപ്പർ 2 ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ എന്താ ഫൈനൽ കീയും അതേപോലെ മാർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. പേപ്പർ 1 നിങ്ങൾക്ക് ലഭിച്ച മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ, ആ പ്രൊഫൈലിൽ ഒരു 5 ദിവസത്തിനുള്ള എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് എന്താ അവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഹോം സ്ക്രീനിൽ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയാണ് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, സിവില്, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എന്താ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോ ഇതിൻ്റെത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.